മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ, ഈ പ്രഭാതത്തില് ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ ദിവസത്തിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരുമയോടെ പ്രാർത്ഥിക്കുവാൻ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളില് ഞങ്ങളുടെ പ്രാർത്ഥനകളില്, ഞങ്ങളുടെ നിയോഗങ്ങളില്, ഞങ്ങളുടെ കുടുംബങ്ങളില്, ഞങ്ങളുടെ മക്കളിലൊക്കെ അങ്ങ് അതിശക്തമായിട്ട് ഇടപെടുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് ഞങ്ങളെ നോക്കി കണ്ട് ഞങ്ങളുടെ അവസ്ഥകളെ അങ്ങ് മനസ്സിലാക്കി ഞങ്ങളോട് കാണിക്കുന്ന കരുണയെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളെ ശ്രവിച്ചുകൊണ്ട് ഞങ്ങളുടെ ഉപവാസത്തിന്റെയും നോമ്പിന്റെയും ആ വലിയ ചൈതന്യത്തില് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന വലിയ കരുണയോർത്ത് ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയില് അങ്ങയോട് കൂടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന മക്കള്, രോഗികളായ മക്കള്, വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത് ചങ്കുപൊട്ടി കരയുന്ന മാതാപിതാക്കള്, ഓരോ ദിവസവും നൂറുകണക്കിന് മക്കളാണ് കണ്ണീരോടെ വിളിക്കുന്നത്. അതിലേറെ മക്കളാണ് കർത്താവേ കമന്റ് ബോക്സില് പ്രാർത്ഥനാ നിയോഗങ്ങള് എഴുതിയിട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കർത്താവേ, എല്ലാ പ്രിയപ്പെട്ടവരുടെയും വേദനകള്, നൊമ്പരങ്ങള്, സാമ്പത്തിക തകർച്ചകള്, ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കള്, വഴിതെറ്റിപ്പോയ മക്കള്, ദുശീലനം അടിമപ്പെട്ടു പോയ കുടുംബങ്ങള്, സമാധാനമില്ലാത്ത കുടുംബങ്ങള്, വിവാഹമോചനത്തിന് വക്കിൽ നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര്, യുവദമ്പതിമാര്, എത്രയേറെ വേദനകള്, നൊമ്പരങ്ങള് എല്ലാം സമർപ്പിച്ചിട്ടാണ് അങ്ങയുടെ മക്കള് ഈ ഉപവാസ പ്രാർത്ഥനയില് ഈ 21 ദിവസം അങ്ങയുടെ തിരുസന്നിധിയില് കരഞ്ഞു നിലവിളിച്ചപേക്ഷിക്കുന്നത്. ഈശോയെ, എല്ലാ മക്കളുടെയും വേദനകള്, നൊമ്പരങ്ങള്, കണ്ണുനീര് എല്ലാം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഒരുമിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളില്, ഞങ്ങളുടെ മക്കളില് അങ്ങയുടെ പഠനമേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. ഈശോ, ഞങ്ങൾ ഏറ്റു പറയുന്നു, അങ്ങ് സർവാധിപനാണ്, അങ്ങ് സർവശക്തനാണ്, അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്നുള്ള സത്യം അങ്ങ് ഞങ്ങൾക്ക് പറയുമ്പോ, അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുമ്പോ, ആ വാഗ്ദാനത്തില്, ആ വചനത്തില് ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ ഏറ്റു പറയുന്നു, അങ്ങേക്കൊന്നും അസാധ്യമല്ല. കർത്താവ്, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം, അങ്ങേക്ക് തിരിയാൻ പ്രേരിപ്പിക്കണം. ഞങ്ങളുടെ മക്കൾ കെട്ടിപ്പൊട്ടി വച്ചിരിക്കുന്ന പാപത്തിന്റെ ശക്തികൾ, രോഗത്തിന്റെ ശക്തികൾ, ശാപത്തിന്റെ ശക്തികൾ, പൈശാചിക ശക്തികൾ നിർവീര്യമാക്കിക്കൊണ്ട് കർത്താവ് ഞങ്ങളുടെ മക്കളോട്, ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളോട്, ഞങ്ങളുടെ സഭയോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയില് നിങ്ങളുടെ മക്കളായി ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്ന, ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. അങ്ങയുടെ ഹിതം ഞങ്ങളെ പൂർത്തീകരിക്കണം. അതെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകളിൽ ഇടപെടണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ അവകാശമാണ്, അങ്ങയുടെ സ്വന്തമാണ്, അങ്ങയുടെ ജനമാണ്, അങ്ങയുടെ നാമം പേറുന്ന മക്കളാണ്. ദാനിയേലിനെ പോലെ ഞങ്ങൾ ആവർത്തിച്ച് അങ്ങയോട് ഏറ്റു പറയുന്നു,
കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമം പേറുന്ന മക്കളാണ്, അങ്ങയുടെ ജനമാണ്, അങ്ങയുടെ അവകാശമാണ്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും കർത്താവേ, ഞങ്ങളുടെ മക്കളോട്, ഞങ്ങളുടെ എല്ലാ കർത്താവേ, അങ്ങയുടെ മക്കളോട്, അങ്ങയുടെ ജനത്തോട്, അങ്ങയുടെ അവകാശത്തോട് കരുണ തോന്നണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 12-ാം ദിനത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ദാനിയേലിന്റെ മാതൃകയിൽ അനുഷ്ഠിച്ച ഉപവാസ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള യാചനകളും പ്രാർത്ഥനകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ 21 ദിവസം ഈ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം നാം ഇങ്ങനെ വായിക്കുകയാണ്. ദാനിയേൽ പറയാണ്, ഞങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും നിമിത്തം ജെറൂസലേമും അങ്ങയുടെ ജനവും ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയമായി. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനയും യാചനയും ശ്രവിക്കൊണ്ട് ശൂന്യമായി കിടക്കുന്ന അങ്ങയുടെ ആലയത്തെ, അങ്ങയുടെ നാമത്തെ പ്രതി കടാക്ഷിക്കണമേ. എന്റെ ദൈവമേ, അങ്ങ് ചെവി ചായിച്ച് കേൾക്കണമേ. ഇവിടെ മക്കളെ, ദാനിയേല് ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ അതിനെയോർത്ത് മാപ്പ് ചോദിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി അത് നിമിത്തം ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം, പിതാക്കന്മാരുടെ പാപങ്ങൾ നിമിത്തം സംഭവിച്ച് ജെറൂസലേം അങ്ങയുടെ ജനം ചുറ്റുമുള്ളവർക്ക് നിന്നാ വിഷയമായി. അവസ്ഥയാണ്. ചുറ്റുമുള്ളവർക്ക് നിന്നാ വിഷയമായി. ജെറൂസലേം ദേവാലയം, ദൈവത്തിന്റെ ആലയം നിന്നാ വിഷയമായി. അതുകൊണ്ട് ദാനിയേൽ പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടെ, ഈ ദാസന്റെ പ്രാർത്ഥനയും യാചനകളും ചെവിക്കൊണ്ട് നമ്മളതാ ഇത് ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ മക്കളുടെ വെടിറ്റുപോയ മക്കള്, ശൂന്യമായ ദേവാലയം, ശൂന്യമായ ജെറൂസലേം, ശിക്ഷിക്കപ്പെട്ട ജനം, വെടിറ്റുപോയ മക്കള്, തകർന്നുപോയ കുടുംബങ്ങള്, പിശാചിനെ പിടിപ്പെട്ടുപോയ മക്കള്, ആ അവസ്ഥയിൽ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥനകളും യാചനകളും ചെവിക്കൊണ്ട് ശൂന്യമായി കിടക്കുന്ന അങ്ങയുടെ ആലയത്തെ, അങ്ങയുടെ നാമത്തെ പ്രതി കടാക്ഷിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാവരും മാമോദിസ സ്വീകരിച്ചപ്പോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് മാമോദിസ സ്വീകരിച്ചത്. ആ നാമത്തിലുള്ള മക്കളാണ്, ആ നാമം പേർന്ന മക്കളാണ്. അതാണ് 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 14-ാം വചനം മുതൽ പറയുന്നുണ്ട്, എന്റെ നാമം പേറുന്ന എന്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് എന്നെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്താല് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് ഞാൻ അവരെ അനുഗ്രഹിക്കും. കർത്താവിന്റെ വാഗ്ദാനം ഇത് അറിഞ്ഞ് അനുഭവിച്ച് നമ്മൾ എളിമപ്പെട്ട് നമ്മുടെ പ്രാർത്ഥനകള് യാചനകള് ആ കർത്താവിന്റെ നാമത്തിനുള്ള ആലയത്തിനു വേണ്ടി, ജനത്തിനു വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ മുമ്പിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ ഉപവാസം, നമ്മുടെ നോമ്പ്, നമ്മുടെ യാചനകള്, നമ്മുടെ കണ്ണുനീര്, നമ്മുടെ നൊമ്പരങ്ങള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ദാനിയേലിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ നിലവിളി കേൾക്കണം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ഉത്തരം തരണം, ചെവിച്ചാഴ്ച കേൾക്കണം, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അനേകം പേര് വിളിക്കുന്നുണ്ട് കണ്ണീരോടെ, മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞ്, കുടുംബത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ്, യുവദമ്പതിമാര് ഡൈവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന അവസ്ഥകൾ, അനുസരണമില്ലാത്ത മക്കള്, ഡ്രഗ് അഡിക്റ്റായി പോയ മക്കള്, ഡിപ്രഷനിൽ പെട്ടുപോയ മക്കള്, ജോലി കിട്ടാത്ത മക്കള്, എല്ലാ ഇന്റർവ്യൂസും പാസ്സായി അവസാന നിമിഷം ആ ജോലി തെറിച്ചു പോകുന്ന മക്കള്, കിട്ടാതെ പോകുന്ന മക്കള്, പരീക്ഷ തോറ്റു പോകുന്ന മക്കള്, നിരാശപ്പെട്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മക്കള്, പ്രാർത്ഥന ഇല്ലാണ്ടായി പോയ മക്കള്, അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളിൽ അതിശക്തമായിട്ട് നമുക്ക് ഈ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദാനിയേൽ പ്രാർത്ഥിച്ചില്ലേ,
ഈ ദാസന്റെ പ്രാർത്ഥനയും യാചനകളും ശ്രവിച്ച് നീതിമാനായ ദാനിയേൽ, കർത്താവിന് മുമ്പിൽ ജനത്തിനു വേണ്ടി നിലവിളിക്കുന്ന ദാനിയേൽ, ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയാ. നമുക്ക് വിശുദ്ധിയോടെ, ഉപവാസത്തിന്റെ കരുത്തോടെ, നോമ്പിന്റെ കരുത്തോടെ കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെട്ട് പാർത്ത് ഈ ദാസന്റെ പ്രാർത്ഥനയും യാചനകളും സ്വീകരിച്ച്, കർത്താവെ, ശൂന്യമായി കിടക്കുന്ന ഞങ്ങളുടെ ദേശത്തോട്, കുടുംബത്തോട്, മക്കൾക്ക് ഇല്ലാണ്ട് കിടക്കുന്ന അവസ്ഥകൾ ഒത്തിരി ഇല്ലേ മക്കളെ, ഇതിന്റെ മേലൊക്കെ കരുണയായിരിക്കണം. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമമാണ് ഞങ്ങൾ പേറുന്നത്. ഈ ഒരു അടിസ്ഥാനത്തില് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാല സന്നിധിയില് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ മക്കളുടെ അവസ്ഥകള്, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകള് സമർപ്പിക്കാം. കർത്താവ് ഇടപെടും. ഈ പ്രാർത്ഥന കേട്ടിട്ടാണ് മക്കളെ ദാനിയേലിന്റെ ജീവിതത്തില് കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അതിശക്തമായിട്ട് ഇടപെട്ടത്. ആ ഇടപെടലിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുക ഇനിയുള്ള ദിവസങ്ങളിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, തിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കാം. സർവാധിപനും സർവശക്തനുമായ ദൈവത്തിന് മുമ്പിലാണ്, ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്ന. കർത്താവ്, കൂടെ വസിക്കുന്ന കർത്താവ്, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ഈ ക്രിസ്മസിന്റെ, ഈ ആഗമന കാലഘട്ടത്തിന്റെ ഈ ചൈതന്യത്തില് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചങ്കുപൊട്ടി ഉപവാസ പ്രാർത്ഥനയിൽ, നോമ്പിന്റെ ചൈതന്യത്തിൽ പ്രാർത്ഥിക്കുമ്പോ ഉറപ്പ്, നമ്മുടെ ദൈവം നമ്മുടെ മക്കളില്, നമ്മുടെ കുടുംബത്തില്, ദാനിയേലിന്റെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതുപോലെ ഉത്തരം നൽകിയിരിക്കും, ഇടപെട്ടിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ പ്രാർത്ഥന അനേകം പേർക്ക് പങ്കുവെച്ചു കൊടുക്കുക. കുറെ പേരൊക്കെ വിളിക്കുന്നുണ്ട്, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പലരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാല സന്നിധിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് ദാനിയേലിന്റെ ആ ഉപവാസ പ്രാർത്ഥനയുടെ കരുത്തിന്റെ പിൻബലത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അനേക പേര് ഉപവസിച്ച് നോമ്പ് നോക്കി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ ഈ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറുള്ള ദൈവം ഇടപെടും. അതുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷ അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അച്ഛൻ അപേക്ഷിക്കുകയാണ്. ഇന്ന് പങ്കെടുക്കുന്നവര് പതുക്കെ 21 ദിവസം നിങ്ങൾ തന്നെ എടുക്കുക. ഇന്ന് നിങ്ങളുടെ 1ാമത്തെ ദിവസമാക്കിയിട്ട് നമ്മൾ യൂട്യൂബ് ചാനല് നമ്പർ 1, 2, 3 അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഇന്ന് തുടങ്ങുന്നവര് 1ാമത്തെ ദിവസം നോക്കുക, അന്ന് മുതൽ തുടങ്ങുക. അങ്ങനെ ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിയോഗം വെച്ച് ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ അനേകം മക്കളോട് പറഞ്ഞു കൊടുക്കുക. ഇത് ഭയങ്കരമായ പവർഫുൾ ദൈവത്തിന്റെ, സ്വർഗത്തിന്റെ ദൂതന്മാരുടെ ഇടപെടലിന്റെ ഒരു പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെ നമ്മള് ചങ്ങനാശ്ശേരി കൂത്രപ്പള്ളി ധ്യാനം കഴിഞ്ഞ് വന്നുള്ളൂ. പ്രിയപ്പെട്ട മക്കളെ, ഇനി ഒത്തിരിയേറെ ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിലുണ്ട്. നമ്മുടെ ധ്യാന കേന്ദ്രത്തിലെ അടുത്ത ധ്യാനം 19-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങും. 21-ാം തീയതി ഞായറാഴ്ച അവസാനിക്കും. ക്രിസ്മസിലെ ഏറ്റവും അടുത്ത ദിവസങ്ങളാണ്. വലിയ ശക്തി അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ധ്യാനിക്കാനായിട്ട് കടന്നു വരാൻ ശ്രദ്ധിക്കുക. അനേകം മക്കളെ പറഞ്ഞു വിടുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കാനുള്ളത്, നമുക്ക് കുറച്ച് റൂമുകളൊക്കെ ഉണ്ട്. റൂമുകളൊക്കെ നേരത്തെ ബുക്കായി പോകും. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സാധിക്കുന്നിടത്തോളം നമുക്ക് നല്ല ഡോർമെറ്ററി സിസ്റ്റം ഉണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ വേണ്ടി. പിന്നെ അതോടൊപ്പം തന്നെ നല്ല വൃത്തിയും മന്നെയുള്ള ഡോർമെറ്ററി സിസ്റ്റം നമുക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ സൗകര്യങ്ങളും നോക്കാതെ 2 ദിവസമുള്ളൂ, 2 രാത്രി, ഈ 2 വീക്കെൻഡ് ധ്യാനം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അല്പം ത്യാഗം സഹിച്ച്, ഡോർമെറ്ററിയിലൊക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ട്, അപ്പൊ അതിലൊക്കെ ഒന്ന് ത്യാഗമൊക്കെ സഹിച്ച്, അതിന്റെ ത്യാഗം അതിനോട് വലിയ കട്ടപ്പാടൊന്നുമില്ല. ഉറങ്ങാനും മറ്റു സൗകര്യം കുറവും വൃത്തിയും അതിനൊക്കെ നന്നായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഉപയോഗിക്കുക. സാധിക്കുന്ന എല്ലാവരും വന്ന് പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ധ്യാനകത്തിന് പ്രാർത്ഥിക്കുക. നമ്മള് ഇന്ന് വൈകിട്ട് നമ്മുടെ യുവജനത്തിന്റെ ഒരു സമൂഹം 12 പേര് ദിവ്യകാരുണ്യ യാത്രയുമായിട്ട് എറണാകുളം ഏരിയയിലൊക്കെ ഇന്ന് രാത്രി 7 മണി മുതൽ 12 മണി വരെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി. ഒത്തിരി തിന്മയും മ്ലേച്ഛതയും അശുദ്ധിയും അതിപ്രസരിച്ചിരിക്കുന്ന നമ്മുടെ എറണാകുളം, ആലുവ ഏരിയയിലൊക്കെ, അങ്കമാലി ഏരിയയിലൊക്കെ രാത്രിയിൽ നമ്മൾ ഈശോയെ വിളിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും കർത്താവുമായിട്ടുള്ള യാത്രയിൽ പൈശാചിക ആധിപത്യങ്ങൾ തകർത്തെറിയാം. യേശുവിന്റെ ആധിപത്യ ശക്തി പ്രകടമാക്കാൻ ഈ യാത്ര ഇടയാക്കും. നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ദിവ്യകാരുണ്യ ശക്തി പ്രവഹിക്കുന്ന വലിയൊരു ദിവസമാണ് ഇന്ന്. അത് യുവജനങ്ങൾ, കാർമൽ യൂത്ത് വേഴ്സിലെ യുവമക്കൾ ഒരുമിച്ച് പോവുകയാണ്.
അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ദിവ്യാരസനത്തിൽ അതിനുവേണ്ടി കൂടി നിന്ന് പ്രാർത്ഥിക്കുക. ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിന്റെ വലിയൊരു അഭിഷേകത്തിന്റെ ഈ ദിനങ്ങളിൽ തന്നെ ഇതുപോലൊരു യാത്ര കർത്താവ് ഒരുക്കുകയാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. മക്കളെ, ഈശോയെ അങ്ങയുടെ മക്കളങ്ങ് ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കാൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കാൻ, ഞങ്ങളുടെ ദേശത്തെ സമർപ്പിക്കാൻ, ഞങ്ങളുടെ പൂർവികരുടെ പാപങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാൻ, അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാൻ, അങ്ങയുടെ അവകാശമാക്കി അങ്ങയുടെ സ്വന്തമാക്കി ഞങ്ങളെ സമർപ്പിക്കാൻ, അങ്ങയുടെ ശക്തമായ ഇടപെടൽ അനുഭവിക്കാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നിടത്ത് നന്ദി പറയുന്നു. ഈശോ, ഈ സമയത്ത് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷേകത്തിന് ഞാൻ ഈ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്യ മക്കളെ അനുഗ്രഹിക്കണം, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ഇവരുടെ ദേശത്തെ അനുഗ്രഹിക്കണം. ജോലി മേഖല, പഠന മേഖല, കർത്താവെ സാമ്പത്തിക മേഖല, ഇവരുടെ കുടുംബജീവിതം, ഉപജീവന മാർഗങ്ങൾ, വളർത്തു പക്ഷിമൃഗാദികൾ എല്ലാം അനുഗ്രഹിക്കപ്പെടണം. കർത്താവെ, മക്കളോട് വേദനിക്കുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ മക്കൾക്ക് വേണ്ട സൗഖ്യവും മാനസാന്തരവും തിരിച്ചുവരവും വിശുദ്ധിയും കൃപയും അനുസരണവും എല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് തിരിക്കണമേ, തിരിയാൻ പ്രേരിപ്പിക്കണമേ. പരിശുദ്ധാത്മ ശക്തിയാൽ സ്വർഗത്തിന്റെ സഹായത്താൽ അങ്ങയിലേക്ക് തിരിയുവാൻ, കുടുംബത്തിലേക്ക് തിരിയുവാൻ, ഉദാശയിലേക്ക് തിരിയുവാൻ അങ്ങ് പ്രേരിപ്പിക്കണമേ. കർത്താവെ, അങ്ങയുടെ കൃപയാൽ നിറച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ദിവ്യകാല സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് 12-ാം ദിനത്തില് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, അവസ്ഥകളിലേക്ക് കർത്താവിന്റെ അനുഗ്രഹവും ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ച് ആശീർവാദത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെയും ഈ ദിനത്തിന്റെ അഭിഷേകത്തിനായിട്ട് ഉയർത്തി, കരങ്ങൾ ഉയർത്തി ആശീർവാദം സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ പൂർവികരോട്, ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് അങ്ങ് ശക്തമായിട്ട് ഇടപെടണമേ. ആമേൻ.